കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായാണ് ഗോകുൽ ചേരുന്നത്. ഗോകുൽ, കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ മണിക്കൂറുകളായി തുടരുന്നുണ്ടായിരുന്നു. അതിൽ മരം വീണൊക്കെയുള്ള നാശനഷ്ടം നേരത്തെ നമ്മൾ അതിന്റെ റിപ്പോർട്ടുകൾ നൽകിയതാണ്. കട്ടിപ്പാറയിൽ മലയിടിഞ്ഞു എന്ന വാർത്ത വരുന്നു. വിശദാംശം. കട്ടിപ്പാറയിൽ മലയിടിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു 21ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മലയുടെ താഴ്വാരത്തിന് മുകളിലായിട്ടാണ് മലയിടിഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. 17ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം ചേരുന്നുണ്ട്. ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ആ മലയുടെ താഴ്വാരത്താണ് ഉള്ളത്. മണ്ണോത്തിയേറ്റുമല എന്ന് പറയുന്ന മലയുടെ മുകളിലെ ഒരു പാറ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മലയുടെ മുകളിലൊന്നും വീടുകളൊന്നുമില്ല, പക്ഷേ അതിൻ്റെ താഴ്വാരത്ത് 21ഓളം വീടുകളുണ്ട്. രാവിലെ 10 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നത്. മലയുടെ മുകളിലുള്ള ഒരു പാറ ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. അതിന്റെ മുകളിൽ തന്നെ ഈ പാറയുടെ ബാക്കി ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അപകട ഭീഷണി ഉയർത്താൻ കാരണം. ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി വീടുകളുണ്ട്, 21ഓളം വീടുകളുണ്ട്. അതിൽ 17ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചേരുകയും ചെയ്തു. ഇപ്പോൾ ഈ പാറ ഇടിഞ്ഞു വീണത് ഈ പറയുന്ന ചേട്ടന്റെ വീട്ടിലെ പറമ്പിലേക്കാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഇടിഞ്ഞിട്ട് കുറെ ദൂരം താഴേക്ക് വന്നിട്ടുണ്ടോ? പറമ്പുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? 150 മീറ്റർ താഴോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണല്ലോ പറമ്പ് ഒക്കെ ഉള്ളത്. വലിയ അളവിൽ ഇടിഞ്ഞിട്ടുണ്ടോ? മണ്ണും കല്ലും എങ്ങനെയാ, എന്താ അവസ്ഥ? ഇല്ല, വലിയ അളവെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് കയറിപ്പോയി നോക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങോട്ട് ആ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അതിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. പാറ എപ്പോഴാണ് ഉള്ളു വീഴാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ, കാണാൻ പറ്റില്ല. മാറി താമസിക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടാ മാറി താമസിക്കാൻ? ഇപ്പോൾ താഴെ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റോഡ് സൈഡിൽ തന്നെയാണ് പറഞ്ഞ പോലെ. പറയുകയാണെങ്കിൽ റോഡ് സൈഡിലാണ്, പക്ഷേ കല്ല് വന്നാൽ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് സർവകക്ഷിയോഗം കൂടുന്നുണ്ടെന്നാണ് കേട്ടത്. ആരുടെയും വീടിന്റെ പരിസരത്തേക്കൊന്നും എത്തിയിട്ടില്ല. കൃഷിഭൂമി ഇല്ല, കൃഷിഭൂമി പോയിട്ടുള്ളൂ. ആരുടെയും വീടിന്റെ പരിസരത്തേക്കൊന്നും എത്തിയിട്ടില്ല. ആരുടെയും വീടിന്റെ പരിസരത്തേക്ക് എന്തായാലും മണ്ണ് വീണിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും. പക്ഷേ പല ആളുകളുടെയും കൃഷിഭൂമിയിലേക്ക് ഈ കല്ലും മണ്ണും ഒക്കെ പതിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പാറയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുള്ളത്. ആ പാറയുടെ ബാക്കി ഭാഗം ഇപ്പോഴും അവിടെ ഉണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ശക്തമായ രീതിയിൽ മഴയും ഇവിടെ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ 21ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ 17ഓളം ആളുകളെ മാറി താമസിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലികമായ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ നസ്രത്തുൽ UP സ്കൂളിൽ താൽക്കാലിക സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴെന്തായാലും നടത്തിയിട്ടുണ്ട്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നിരീക്ഷണം ഇവിടെയുണ്ട്. അവരെ ആരെയും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ആ മലയുടെ ഭാഗത്തേക്കൊന്നും പോകാനോ റിപ്പോർട്ട് ചെയ്യാനോ അനുവദിക്കുന്നില്ല. മാത്രമല്ല, അതിന്റെ താഴെയുള്ള ആളുകളെ എന്തായാലും ഇപ്പോൾ മറ്റു ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. മറ്റു നടപടികളുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച്, കട്ടിപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിവിധ വകുപ്പുകളുടെ യോഗം ചേരുകയും ചെയ്തു. തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതിനുശേഷം യോഗത്തിലുണ്ടായ തീരുമാനങ്ങളൊക്കെ നാട്ടുകാരെ പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം ഇവിടെ എത്തും. അനുജ, കോഴിക്കോട് ജില്ലയിലാണ് കട്ടിപ്പാറയിൽ മലയിടിഞ്ഞു എന്ന വാർത്ത വന്നത്. അവിടെ ഒട്ടേറെ ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ നിന്നൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പഞ്ചായത്ത് പ്രസിഡന്റ് ആ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തുമെന്നതാണ് ഗോകുൽ വേണുഗോപാൽ നൽകിയ വിവരം.